ഉള്ളിലെ ചൂട് സഹിക്കാൻ പറ്റാതെ പുറത്ത് വന്നിരുന്നതാണ് കേട്ടോ. അപ്പോഴാണ് അച്ഛൻ എണ്ണക്കടിയായിട്ട് വരുന്നത്. അപ്പം തന്നെ പറഞ്ഞു ഒരു പാക്കറ്റ് പാലും കൂടിയും കിട്ടിയ ചായയും കൂടി ഉണ്ടാക്കാറുണ്ട്. അപ്പം തന്നെ അച്ഛൻ പോയിട്ട് ഒരു പാക്കറ്റ് പാലും കൊടുന്നു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ ചുമരിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പീടി, അതുകൊണ്ട് ഇടയ്ക്ക് പോകാനൊന്നും കുഴപ്പമുണ്ടാവില്ല. പിന്നെ എണ്ണക്കടിയൊക്കെ കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ചാൽ എല്ലാവരും ചെയ്യുന്നുണ്ടാവും, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യണതാണ് കേട്ടോ. കൂട്ടത്തിൽ കുറച്ച് വലുത് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പോൾ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിവടയും പരിപ്പുവടയും മുട്ട വെച്ച് ഞാൻ ആദ്യം എൻ്റെ പ്ലേറ്റിൽ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ വേദയ്ക്ക് ഞാൻ 2 മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതൊന്നും അവൾ കഴിക്കില്ല. പിന്നെ മയോനൈസാന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു വെള്ള ചമ്മന്തി ഉണ്ടല്ലോ, അതും കൂട്ടി അവൾക്ക് കൊടുത്തു. പിന്നെ ഞാൻ ഞങ്ങൾക്കുള്ള ചായ വെക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് പോന്നു കേട്ടോ. സംഭവം ഒരു 4 മണി 5 മണിയൊക്കെ കഴിഞ്ഞു, 5:30 ആയിട്ടുണ്ട്. എന്നാലും ഒരു 12 മണിയുടെ ചൂടുണ്ട് കേട്ടോ. ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഈ ഒരു സമയത്ത് ഈ ചൂട് ചായ കുടിക്കുമ്പോൾ വലിയ സുഖമൊന്നുമില്ല, എന്നാലും അത് സ്ഥിരമായവർക്ക് അതില്ലാതെ പറ്റൂല. അപ്പോൾ ഇത് ദേവനാണ് കേട്ടോ, അവൻ എണ്ണക്കടി കഴിക്കില്ല, അവന് ഗോതമ്പ് ദോശ കൂട്ടിയിട്ടൊക്കെ ചായ കൊടുത്തു. പിന്നെ എനിക്ക് എത്ര കണ്ടാലും മതിയാവാത്ത സത്യം സിനിമ ഉണ്ടായിരുന്നു കേട്ടോ, അത് കൂട്ടിയിട്ട് ഞാൻ ഈ എണ്ണക്കടി മുഴുവൻ അകത്താക്കിയിട്ടുണ്ട്.